ഹായ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫോർമൽ, ഇൻഫോർമൽ, സെമി ഫോർമൽ അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ്, ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ ബയോഡാറ്റ, CV, റെസ്യൂം, റിപ്പോർട്ട്സ്. ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ കണ്ടന്റ് നമുക്ക് ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷെ അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഡിഫറൻസസും ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ 4 കാര്യങ്ങൾ തമ്മിലുള്ള മെയിൻ ഡിഫറൻസസും അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഫീച്ചേഴ്സുമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബയോഡാറ്റ, ബയോഗ്രഫിക്കൽ ഡാറ്റ എന്ന് പറയും. 2 തരത്തിലുള്ള കാര്യങ്ങളാണ് ബയോഡാറ്റയിൽ ഉണ്ടാവുക. പ്രൊഫഷണൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും, പേഴ്സണൽ ഫാക്ട്സും ഉണ്ടായിരിക്കും. അപ്പോൾ പേഴ്സണൽ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൈറ്റ്, വെയിറ്റ്, നമ്മുടെ പാരൻസിന്റെ പേര്, ജെൻഡർ എന്താണ്, കോംപ്ലക്ഷൻ എങ്ങനെയാണ്, കാസ്റ്റ്, റിലീജിയൻ, കംപ്ലീറ്റ് അഡ്രസ് അടക്കം ഒരാളുടെ മുഴുവൻ പേഴ്സണൽ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഒരാൾക്ക് അയാളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, ബേസിക് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. ഇനി എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന്റെ കോഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ എക്സ്ട്രാ നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണ്, ഹോബീസ് എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റ്, സ്ട്രെങ്ത്, ഈ ഒരു കരിയറിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടോ, പ്രൊജക്ട് പോലെ എന്തെങ്കിലും, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ബയോഡാറ്റയിൽ വരും. അപ്പം ലെങ്ത് എന്ന് പറയുന്നത്, ബയോഡാറ്റ നമുക്ക് പല പർപ്പസിന് വേണ്ടി ഉണ്ടാക്കും. ഇപ്പം മാരേജ് പ്രപ്പോസൽ അങ്ങനത്തെ ഒരു ആവശ്യത്തിനൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 1 പേജ് അത് മതി. പക്ഷേ നമ്മൾ പ്രൊഫഷണൽ പർപ്പസ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ ലെങ്ത് കൂടിയേക്കാം. ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് ഒരുപാട് ഓർഗനൈസേഷൻസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ലെങ്ത് കൂടും. അതൊക്കെ നമ്മൾ അതിനകത്ത് പറയണം. അപ്പോൾ പർപ്പസ് അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യാം. പക്ഷെ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ 2 പേജസിനപ്പുറം ബയോഡാറ്റയൊന്നും ചിലപ്പോൾ വരാറില്ല. നെക്സ്റ്റ് CV, കരിക്കുലം വൈറ്റിംഗ്. അതായത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് ഓഫ് റൈറ്റിംഗ്, കോഴ്സ് ഓഫ് ലൈഫാണ്. ദെൻ ഒരു 2 മുതൽ 3 വരെ പേജസ് അല്ലെങ്കിൽ അത് വരെ ആവാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡീറ്റെയിൽഡ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ലിസ്റ്റ് ഔട്ട് എവറി സ്കിൽസ്, ഓൾ ദ ജോബ്സ് ആൻഡ് പൊസിഷൻസ് ഹെൽഡ്. നമുക്ക് വന്നിരിക്കുന്ന ഇതുവരെ ചെയ്തിരിക്കുന്ന ജോലി, നമ്മൾ ഇരുന്നിട്ടുള്ള നമ്മുടെ സ്ഥാനം, എന്തെങ്കിലും പേരുണ്ടോ, അങ്ങനെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം നമ്മൾ പറയണം. ഡിഗ്രി, പ്രൊഫഷണൽ അഫിലിയേഷൻസ്, അതെല്ലാം നമ്മൾ പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയണമെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ, ആദ്യം ഉള്ളത് ആദ്യം. ഇപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നമ്മുടെ 10th, +2, ഡിഗ്രി, ആ ഒരു ഓർഡറിൽ നമ്മൾ പറയുമ്പോൾ വർഷം പാസ് ഔട്ട് ആയത് നമ്മൾ മൊത്തം വായിച്ച് നോക്കുമ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം. ഇറ്റ് ഷുഡ് ഹൈലൈറ്റ് ദ ജനറൽ ടാലന്റ് ഓഫ് ദ കാൻഡിഡേറ്റ്. കോമൺ ആയിട്ടായിരിക്കും, സ്പെസിഫിക് ഒരു പ്രത്യേക പോസ്റ്റിന് വേണ്ടി ആയിരിക്കില്ല. നമ്മൾ കോമൺ ആയിട്ട് ഏത് ജോബിന് വേണ്ടിയിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പോലെ എവിടെ വേണമെങ്കിലും നമുക്ക് അയക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ജനറൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് പറയുന്ന, ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കണം CV. ലെങ്ത് എന്ന് പറയുന്നതിനകത്ത് പേജ് ലിമിറ്റ് ഇല്ല. നമ്മൾ താഴെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റെസ്യൂമേ ആണ്. അതിനേക്കാൾ ചിലപ്പോൾ CV എന്ത് ചെയ്യാം, ലെങ്ത് വന്നേക്കാം. ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തുറന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് പറയുമ്പോൾ സ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു പക്ഷെ ലെങ്തി ആയിട്ട് വന്നേക്കാം. നെക്സ്റ്റ് റെസ്യൂമേ, അതായത് ഇറ്റ്സ് ഷോർട്ട് സമ്മറി ഓഫ് യുവർ സ്കിൽസ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസസ്, അക്കംപ്ലിഷ്മെന്റ്സ്, എബിലിറ്റി ആൻഡ് ടാലന്റ്. വളരെ സമ്മറൈസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക, ചുരുക്കി പറയും. A standard resume can resolve the purpose of getting the interview calls quickly. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ റെസ്യൂമേ ഒക്കെ അയച്ചിടും. അപ്പം നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടാണ് നമ്മളത് തയ്യാറാക്കിയിരിക്കുന്നതെങ്കിൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇംപ്രസീവ് ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അവർ നമ്മളെ നമ്മുടെ റെസ്യൂമേ വായിച്ചതിന് ശേഷം കോൺടാക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. റെസ്യൂമേയുടെ ലെങ്ത് ആണ് ഒരു 3 പേജസ്. ഡിപ്പെൻഡ് ഓൺ യുവർ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസസ് ആൻഡ് യുവർ നീഡ്സ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പം എത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അതിനനുസരിച്ചാണ് ഇതിന്റെ ലെങ്ത് വരിക. നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന ഓരോ സ്ഥലവും അതിന്റെ ഓർഗനൈസേഷന്റെ പേരും എത്ര വർഷം ഉണ്ടായിരുന്നു അതൊക്കെ പറയുമ്പോൾ അത് ലെങ്തി ആയിട്ട് പോകും. ഇനി അതില്ലെങ്കിലും പ്രശ്നമില്ല. റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും, നമ്മൾ ഓൾറെഡി നടന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്തത്, അതാണ് എന്ത്, റിപ്പോർട്ടാണ്. പിന്നെ അതിനുശേഷം വ്യക്തമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്നതാണ് റിപ്പോർട്ട്. നമുക്കതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അത് ഷോർട്ട്, ഷാർപ്പ്, കൺസൈസ്, വളരെ ബ്രീഫ് ആയിരിക്കും. ദെൻ ഇറ്റ്സ് ഡോക്യുമെന്റ് റിട്ടൺ ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് ആൻഡ് ഓഡിയൻസ്. ഒരു പ്രത്യേക ഉദ്ദേശം അതിന്റെ പുറകിലുണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം അത് ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഓഡിയൻസും ഉണ്ടായിരിക്കും. ദെൻ ജനറലി സെറ്റ്സ് ഔട്ട് ആൻഡ് അനലൈസ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കുട്ടികളുടെ മൊബൈൽ ഉപയോഗം ക്യാമ്പസിൽ, അല്ലെങ്കിൽ ക്യാമ്പസിൽ കണ്ടുവരുന്ന എന്താ പറയുക, കുട്ടികളുടെ പൊളിറ്റിക്കൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്കുള്ള കുട്ടികളുടെ ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ റാഗിങ്,
ആദ്യം പുതിയ കുട്ടികൾ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു മാസം കോളേജുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന റാങ്കിങ് അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ സിറ്റുവേഷൻ നന്നായിട്ട് അനലൈസ് ചെയ്യണം. കുട്ടികളുടെ ഇടയിലൂടെ പോവുകയും വിവരങ്ങൾ ശേഖരിക്കുകയും അത് നല്ലോണം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അത് എന്ത് ചെയ്യുക, നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. ഇറ്റ്സ് എ ഫാക്ച്വൽ പേപ്പർ ആൻഡ് നീഡ്സ് ടു ബി ക്ലിയർ ആൻഡ് വെൽ സ്ട്രക്ചേർഡ്. ഞാൻ പറഞ്ഞല്ലോ, റെഫറൻസും ഒരുപാട് നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് റെഫർ ചെയ്യാം, ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ അത് ഭയങ്കര ഫാക്ട്സ് ആയിരിക്കും, വസ്തുതകൾ മാത്രമുള്ള ഭയങ്കര ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം അതെന്താണ്, ക്ലിയർ ആയിരിക്കണം, വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം. ഇനി ഒരു കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ എല്ലാ റിപ്പോർട്ടിലും ഉണ്ടായിരിക്കേണ്ട എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കോളേജ് അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തയ്യാറാക്കുന്നത്, ബിസിനസ് ഫീൽഡിൽ തയ്യാറാക്കുന്നത്, അതൊക്കെ റിപ്പോർട്ടുകളുടെ ആ ഒരു സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം വന്നേക്കാം. കോമൺ ആയിട്ട് കാണുന്ന ചില ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഓർ എ സിറ്റുവേഷൻ. ഒരു വിവരണമാണ് നമ്മൾ കൊടുക്കുന്നത്, എന്നാൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനും പാടില്ല. സീക്വൻസ് ഓഫ് ഇവന്റ്സ്, അതേ ആ ഒരു ഓർഡറിൽ നടന്ന അതേ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾവേസ് കെയർഫുള്ളി റെഫറൻസ്ഡ്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിത് തയ്യാറാക്കിയത് ചോദിച്ചാൽ നമുക്കിത് എവിടെ നിന്ന് കിട്ടി, വിവരങ്ങളുടെ ആ സോഴ്സ് പറയാൻ കഴിയണം. ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ ഫാക്ട്സ്, വസ്തുതകൾ നമ്മൾ എന്ത് ചെയ്യാണ്, അസസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓർ ദ റിസൾട്ട്സ് ഓഫ് യുവർ റിസർച്ച്, നമ്മൾ നടത്തിയ റിസർച്ചിന്റെ ഗവേഷണത്തിന്റെ റിസൾട്ടാണ് എന്ത്, ഓരോ റിപ്പോർട്ടും എന്ന് പറയുന്നത്. ഡിസ്കഷൻ ഓഫ് ദ ലൈക്ലി ഔട്ട്കംസ് ഓഫ് ഫ്യൂച്ചർ കോഴ്സസ് ഓഫ് ആക്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിലേക്ക് നമുക്കതൊരു എന്താ പറയാ, ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയും എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ അത് നമുക്കൊരു ഭാവി ഫ്യൂച്ചറിന്റെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫീച്ചറും റിപ്പോർട്ടിൽ വരുന്നുണ്ട്. റെക്കമെൻഡേഷൻസ് ആൻഡ് കൺക്ലൂഷൻ. ഏതെങ്കിലും ഒരു കാര്യം ഇത് എന്തുകൊണ്ട് ബെറ്റർ ആണ്, ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ക്യാമ്പസിൽ നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും, അത് നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സും അങ്ങനെയും നമുക്ക് റിപ്പോർട്ട് യൂസ് ചെയ്യാം. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, നടന്ന ഒരു കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് സംഭവങ്ങൾ നടന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്കത് കൺക്ലൂഡ് ചെയ്തിട്ടും നമുക്ക് ഒരു റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. എലമെന്റ്സ് ഓഫ് സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ പൊതുവെ ഇങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അതിലൊന്നാമത്തെയാണ് ക്ലാരിറ്റി. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് റീഡറിന്, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം, അത്ര ബ്രീഫായിരിക്കണം, കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം, അതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ലോജിക്കൽ ഫ്ലോ, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉടനെ അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റ് എന്ത് ചെയ്യാൻ പാടില്ല, പോയിന്റ്സ് മിക്സ് ആയി പോകാൻ പാടില്ല. ഏതെങ്കിലും ഒരു ടോപ്പിക് ആണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക, വേറെ ഏതെങ്കിലും ടോപ്പിക് അതിനിടയിൽ കയറി വരാതെ നോക്കണം. ലോജിക്കൽ ഫ്ലോ ഉണ്ടായിരിക്കണം. ഇറ്റ് ഹെൽപ്സ് റീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ലോജിക്കൽ ഫ്ലോ ഉണ്ടെങ്കിൽ തന്നെ വായിക്കുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെഡിങ്, ഇല്ലുസ്ട്രേഷൻസ്, ഗ്രാഫ്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റീഡറിന് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ആക്യുറസി, അതായത് കൃത്യത. ഡാറ്റ മസ്റ്റ് ബി ആക്യുറേറ്റ്, വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം. ബി കെയർഫുൾ ടു ക്ലിയർലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫാക്ട് ആൻഡ് ഒപ്പീനിയൻ. ചിലപ്പോൾ ഒരു വസ്തുത ഉണ്ടായിരിക്കും, ഫാക്ട് ആണെങ്കിൽ അതൊരു പരിധി വരെ എന്തായിരിക്കും, സത്യമായിരിക്കും. പക്ഷെ ഒരാളുടെ ഒപ്പീനിയൻ, അത് അയാളുടെ മാത്രം അഭിപ്രായമാണ്, അതൊരു പക്ഷേ ജനറലി സത്യമായിക്കോണമെന്നില്ല. അപ്പം അത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പറയണം. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വിവരങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഇന്ന പുസ്തകത്തിൽ നിന്നാണെന്ന് നമ്മൾ പറയുകയും വേണം. ആരും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ആ ഒരു ഡാറ്റയെ ചോദ്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സോഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ബ്രെവിറ്റി. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അയാൾ വായിച്ചു തീർക്കാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരുപാട് എഴുതി ലെങ്തി ആയിട്ടുള്ള പാരഗ്രാഫുകളാക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും, അത് വായിച്ചു തരാൻ അയാൾക്കൊന്നും മനസ്സിലാവുകയില്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് യൂസ് ഇല്ലുസ്ട്രേഷൻ, ടേബിൾ ഒരു ഗ്രാഫ് റാദർ ദാൻ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്. കഴിയുന്നതും ഈ ലെങ്തി ആയിട്ട് ഒരുപാട് നീട്ടി വലിച്ചെഴുതാതെ ഇങ്ങനെയുള്ള ചില പിക്ചർ റിലേറ്റഡ് ആയിട്ട് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ റീഡേഴ്സിന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് ആ മുഴുവൻ ഐഡിയാസും ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് സെന്റൻസ് ലെങ്ത്. കഴിയുന്നത് ഇങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസ് അങ്ങനത്തെ ഒന്നും ആരും റിപ്പോർട്ടിൽ യൂസ് ചെയ്യാറില്ല, വളരെ ഷോർട്ട് ആയിട്ടുള്ളതാണ്. ദിസ് വിൽ ഗിവ് റീഡേഴ്സ് ടൈം ടു ഡൈജസ്റ്റ് സ്മോൾ പീസസ് ഓഫ് ഇൻഫർമേഷൻ ബിഫോർ മൂവിംഗ് ടു നെക്സ്റ്റ്. അപ്പം അടുത്ത ആശയത്തിലേക്ക് ഒരു ഇൻഫർമേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിലവിലുള്ള അവർ വായിച്ചുകൊണ്ടിരിക്കുന്ന അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ചെറിയ സെന്റൻസ് ആക്കിയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് അവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരുപാട് ലെങ്തി ആകുമ്പോഴത്തേക്കും അടുത്ത പോയിന്റിലേക്ക് എത്തുമ്പോൾ ഈ ആദ്യം വായിച്ചത് അവർ മിസ്സാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്. റിപ്പോർട്ടിലെ പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഒരു ടോപ്പിക്,
നിർബന്ധമില്ല. പാരഗ്രാഫ് പെർ ടോപ്പിക്, 1 ടോപ്പിക് പെർ പാരഗ്രാഫ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഒരു പാരഗ്രാഫിൽ തന്നെ ഒന്നിലധികം ഐഡിയാസ് വരുമ്പോൾ വായിക്കുന്ന ആൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഇറ്റ് മേക്സ് എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ഫോർ ക്ലിയർ ആൻഡ് ലോജിക്കൽ റൈറ്റിംഗ്. ആ ഒരു ഫ്ലോ ഉണ്ടാവാനും ക്ലാരിറ്റി ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, റീഡർ സെൻട്രിസിറ്റി. യു ആർ റൈറ്റിംഗ് ഫോർ ദ റീഡർ. നമ്മൾ ഈ റിപ്പോർട്ട് എഴുതുമ്പം ഏത് ആംഗിളിലാണ് കാണേണ്ടത്? എൻ്റെ റിപ്പോർട്ട് ഒരാളെടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ അത് അയാൾക്ക് മനസ്സിലാവോ? ക്ലാരിറ്റി ഉണ്ടോ? അയാൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതൊക്കെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കഴിയുന്നതും റിപ്പോർട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റീഡറിനാണ്. സോ മേക്ക് ഇറ്റ് ആസ് ഈസി ആസ് പോസിബിൾ ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് യുവർ വർക്ക്. അപ്പം ഒരാൾ എടുത്ത് നോക്കുമ്പോൾ വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട് എന്ന് പല ആവർത്തി നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കാവൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏതൊരു ഡോക്യുമെന്റും ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഫോമലായിട്ട് എഴുതുന്ന എല്ലാ റിപ്പോർട്ടിനും ബാധകമാണ്, എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റിനും ബാധകമാണ്.